അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അധപ്പതനം തുടങ്ങിയെന്ന് പറയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി നമ്മളെപ്പോഴും സംസാരിക്കുന്നതാണ്. പക്ഷേ ആ അമേരിക്കയെ വെല്ലുവിളിക്കാനും ഒരു ധൈര്യം വേണം. ഇപ്പോൾ ഇന്ത്യ നേതൃസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതേസമയം തന്നെ ഉത്തര കൊറിയ, അവിടെ ഉത്തര കൊറിയയുടെ പാർലമെൻറ്റിൽ അവരുടെ പ്രധാനമന്ത്രി കിം ജോങ് ഉൻ അദ്ദേഹം അമേരിക്കയെ വെല്ലുവിളിക്കുന്നു. ഈ അമേരിക്കയെ വെല്ലുവിളിക്കണം എന്നുണ്ടെങ്കിൽ, ഇതുവരെ ചെയ്യാത്ത ഉത്തര കൊറിയ അതിന് മുതിരണം എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ദൗർബല്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി കാണണം. മറ്റൊന്ന്, അവരെ സഹായിക്കാൻ ആളുണ്ട് എന്നുകൂടി അവർക്കൊരു ബോധ്യം വന്നു കാണണം. ഇത് സംഭവിച്ചോ? തീർച്ചയായിട്ടും ആ രണ്ട് കാരണങ്ങളാണ് ഉത്തര കൊറിയയെ മിണ്ടാൻ പ്രേരിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. പിന്നെ ഉത്തര കൊറിയ മിണ്ടാൻ തുടങ്ങുമ്പോൾ ഇന്ത്യയെപ്പോലെ വലിയ മര്യാദയൊന്നും കാണിച്ചൊന്നും വരില്ല. നമുക്ക് സംസ്കാരമുണ്ട്, നമുക്ക് മര്യാദയുണ്ട്. മാത്രമല്ല നമ്മൾ ആരുടെയും ചവിട്ട് വല്ലാതെ കൊള്ളാൻ നിന്ന് കൊടുത്തിട്ടില്ല. അമേരിക്കക്ക് നമ്മൾ ഒരിക്കലും വഴങ്ങിയിട്ടില്ല, ചരിത്രത്തിലൊരിക്കലും. പിന്നെ വല്ലപ്പോഴൊക്കെ നമ്മൾ സഹായം തേടിയിരുന്നത് സോവിയറ്റ് യൂണിയനോടാണ്. ഇപ്പോൾ നമ്മളെല്ലാവരോടും സ്നേഹത്തിലാണ്, സൗഹൃദത്തിലാണ്. അപ്പോഴും വലിയ ഉപരോധം, ഏതെങ്കിലും ഒരു ലോകരാജ്യത്തിൻ്റെ ഉപരോധത്തിന് മുമ്പിൽ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല നമുക്ക്. അപ്പോൾ വലിയ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവർ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഉത്തര കൊറിയ ആ കൂട്ടത്തിലാണ്. ഉത്തര കൊറിയ അമേരിക്കയുടെ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു നാടാണ്. അതുകൊണ്ട് ഉത്തര കൊറിയ പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു. അവരുടെ അസംബ്ലി എന്താണ്, നാഷണൽ ഉത്തര കൊറിയയുടെ പീപ്പിൾസ് അസംബ്ലി എന്നാണ് അവർ പാർലമെൻറ്റിൻ്റെ പേര്. ആ പാർലമെൻറ്റിൽ ഇന്നലെ അദ്ദേഹം ചെയ്ത പ്രസംഗം, ആ പ്രസംഗം റിപ്പോർട്ട് ചെയ്ത് അവിടുത്തെ നാഷണൽ മീഡിയയാണ്. അത് കാരണം അവിടുത്തെ മീഡിയ അങ്ങനെയാണല്ലോ, ഓപ്പൺ അല്ല. കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി എന്നോ എന്തുകൊണ്ട് KCNA അവരാണ് റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് ഔദ്യോഗികമായ വാർത്തയാണ്. ആ വാർത്തയിൽ അദ്ദേഹം പറയുന്നത് അമേരിക്കക്ക് വഴങ്ങി നിന്ന ഒരു കൊറിയൻ പാരമ്പര്യം നമ്മൾ ഉപേക്ഷിച്ചിരിക്കുന്നു, ഇനിയില്ല, ഇനി നമുക്ക് അമേരിക്കയെ ചെറുത്തേ തീരൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. അമേരിക്കയെ ചെറുത്തേ തീരൂ എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ സാഹചര്യം, ഈ കൊറിയ ഉണ്ടായൊരു പശ്ചാത്തലമുണ്ട്. കൊറിയയെ നിർമ്മിച്ചതിൽ അമേരിക്ക വഹിച്ച പങ്കുണ്ട്. അത് ഈ കൊറിയയല്ല. ഒരു കൊറിയയെ നിർമ്മിച്ചതിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ട്, മറ്റേ കൊറിയയെ തകർത്തതിലും അമേരിക്കയ്ക്ക് പങ്കുണ്ട്. ഒന്നിനെ വളർത്തുകയും ഒന്നിനെ ചവിട്ടുകയാണ് ചെയ്തത് അമേരിക്ക. അതിൻ്റെ പശ്ചാത്തലമുണ്ട്. അതിൻ്റെ കാരണം രണ്ടാം ലോക മഹായുദ്ധമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അറിയാലോ, ഈ 3 രാജ്യങ്ങൾ ഒരു ഭാഗത്തും ബാക്കി എല്ലാവരും 10-30 എണ്ണം ഇപ്പുറത്ത് വരുന്നു, ഒരുമിച്ച് എല്ലാ ഒമ്പന്മാരും ഒരുമിച്ച് നിന്നു. അപ്പുറത്ത് 3 ചെറിയ രാജ്യങ്ങൾ, പക്ഷേ അവർ ശക്തന്മാരായിരുന്നു. അറിയാലോ, ഇറ്റലിയും ജർമ്മനിയും ജപ്പാനും. ഈ 3 രാജ്യങ്ങൾ ഒരുമിച്ചാണ് ഒരു ഭാഗത്തുണ്ട്. അതാണ് അച്യുതൻ്റെ ശക്തികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്തുണ്ടായിരുന്നത്. ആ രാജ്യങ്ങളെ അവസാനം തീർച്ചയായിട്ടും അവർ ദീർഘകാലം പൊരുതിയാണ് തോറ്റത് കേട്ടോ. ചെറിയ ശക്തികളായിരുന്നില്ല അവർ. ജർമ്മനി, ഹിറ്റ്ലറുടെ ജർമ്മനിയും മുസോളിനിയുടെ ഇറ്റലിയും ജപ്പാനും. അപ്പോൾ ഇവരൊരുമിച്ച് നിന്നു, യുദ്ധം ജയിച്ചു. ആര്? അപ്പോൾ ഇപ്പുറത്താരോചിച്ച് നോക്കൂ. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, പിന്നെ സോവിയറ്റ് യൂണിയൻ, അന്നത്തെ സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് നിന്നാൽ തീർച്ചയായിട്ടും ചൈന അന്ന് ഇത്ര വലിയ ശക്തി അല്ലെങ്കിലും ചൈന, അങ്ങനെയുള്ള രാജ്യങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാണ് യുദ്ധം ജയിച്ചത്. തോറ്റതാരാണ്? ഈ 3 രാജ്യങ്ങളാണ് തോറ്റത്. യുദ്ധം തോറ്റ് കഴിഞ്ഞിട്ട് ഇവർ കാണിച്ച അക്രമം എന്ന് ആലോചിച്ച് നോക്കൂ. തോറ്റ് കഴിഞ്ഞിട്ട് ജപ്പാൻ ഉൾപ്പെടെയുള്ള 3 രാജ്യങ്ങളും കീഴടങ്ങി ലോകത്തിന് മുമ്പിൽ സമാധാനത്തിൻ്റെ അഭ്യർത്ഥനയുമായി വെടിനിർത്തി കഴിഞ്ഞിട്ടാണ് പോയിട്ട് അമേരിക്ക തിരക്കിട്ട് ബോംബ് നിർമ്മിച്ച് അവിടെ കൊണ്ടുപോയി ഇടുന്നത് ജപ്പാനിൽ. ആലോചിച്ച് നോക്കൂ. ഇനി ഒരിക്കലും അവന് തല പൊങ്ങരുത്, ഞങ്ങൾക്ക് നേരെ ഒന്നും നേർക്കുനേരെ നോക്കാൻ പോലും അവൻ തലയുയർത്തി നിൽക്കരുതെന്ന് ആഗ്രഹിച്ചിട്ടാണ് വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതിന് ശേഷമാണ് പോയിട്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിടുന്നത്. ഭയങ്കര അക്രമമാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ചാരത്തിൽ നിന്നാണ് ജപ്പാൻ ഇപ്പോൾ അമേരിക്കയെ പോലും വെല്ലുവിളിക്കുന്ന തലത്തിലേക്ക് വളർന്നത്. സമ്മതിക്കണം, വല്ലാത്തൊരു രാജ്യമാണ്. അപ്പോൾ അന്ന് ഈ ജപ്പാൻ്റെ കയ്യിലുണ്ടായിരുന്ന അങ്ങനെയാണല്ലോ, തോറ്റു കഴിഞ്ഞാൽ തോറ്റവൻ്റെ കയ്യിലുള്ള സകല മുതലും പിടിച്ചെടുക്കുമല്ലോ ജയിച്ചവർ. യുദ്ധം മുതലായിട്ട് എന്താണ് അതിന് പറയുക, അപ്പോൾ അത് പിടിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ വന്ന കൂട്ടത്തിൽ അങ്ങനെയാണ് ഇവർക്ക് ഒരുപാട് രാജ്യങ്ങൾ കിട്ടിയത്, കോളനി രാജ്യങ്ങൾ കിട്ടിയത് അങ്ങനെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ലോകത്തിൽ പിടിച്ചെടുക്കപ്പെട്ട രാജ്യങ്ങളൊക്കെ, അല്ലെങ്കിൽ തോറ്റവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ കോളനികളും പിന്നീട് ഇവരുടെ കോളനിയായി, ഒന്നുകിൽ അമേരിക്കയുടെ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ ഒക്കെ കോളനിയായിട്ട് മാറിയല്ലോ. അപ്പോൾ അന്ന് ജപ്പാൻ്റെ കയ്യിലുണ്ടായിരുന്ന രാജ്യമാണ് ഈ കൊറിയ, ഒരു കൊച്ചു ഉപദ്വീപാണ്. അപ്പോൾ എന്തായെന്നറിയോ, കൊറിയയുടെ കാര്യം എത്തിയപ്പോൾ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ വീതിച്ചു കൊടുത്തു. അത് നീ എടുത്തോ, ഇത് നീ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് വീതിച്ചു. ഈ പ്രധാനപ്പെട്ട അംഗരാജ്യങ്ങളൊക്കെ തമ്മിൽ രണ്ടാം ലോക മഹായുദ്ധം ജയിച്ചു വന്ന സാമ്രാജ്യത്വ ചേരിയുടെ രാജ്യങ്ങളൊക്കെ വീതിച്ചു. കൊറിയയിലെത്തിയപ്പോൾ തർക്കമുണ്ടായി. കൊറിയ ഞങ്ങൾക്ക് വേണമെന്ന് സോവിയറ്റ് യൂണിയൻ പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ താല്പര്യമുള്ള രാജ്യമാണ്. അപ്പോൾ അമേരിക്ക പറഞ്ഞു അങ്ങനെ വരില്ല, കൊറിയ ഞങ്ങൾക്കും വേണം, എനിക്ക് വേണമെന്ന് അമേരിക്കയും പറഞ്ഞു. അപ്പോൾ
റഷ്യയും അമേരിക്കയും തമ്മിൽ, സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ തർക്കമായി. ആ തർക്കത്തിലാണ് പിന്നെ വിഭജിക്കുന്നത്. നമ്മുടെ ജർമ്മനി വിഭജിച്ചതുപോലെ ഇവർ വിഭജിച്ചെടുക്കുകയാണ് ചെയ്തത്. കൊറിയയെ വിഭജിച്ചു. അങ്ങനെയാണ് സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും 45-ലാണ്. അതിന് വേറൊരു കൗതുകം കൂടി കൂട്ടത്തിൽ പറയാം. ഈ കൊറിയയുടെ ജന്മദിനം എന്താണെന്നറിയോ? ആഗസ്റ്റ് 15. അതാണ് നമ്മളുമായിട്ടുള്ളൊരു സാമ്യം, ഇന്ത്യയുടെ അതേ സ്വാതന്ത്ര്യം. അപ്പോൾ ആഗസ്റ്റ് 15-ന് ഉണ്ടായി കഴിഞ്ഞപ്പോൾ 2 രാജ്യങ്ങളായി വിഭജിച്ചു. 48 വരെ ഇതിന് അതിർത്തി ഇടാതെ തർക്കമൊക്കെ ഉണ്ടായി. അപ്പോൾ 48-ൽ UN മുൻകൈ എടുത്ത് അതിർത്തി ഉണ്ടാക്കി. അങ്ങനെയാണ് ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ, സൗത്ത് കൊറിയയും നോർത്ത് കൊറിയ. സൗത്ത് കൊറിയ അമേരിക്ക ഏറ്റെടുത്തു, നോർത്ത് കൊറിയ സോവിയറ്റ് യൂണിയനും ഏറ്റെടുത്തു. അങ്ങനെ സോവിയറ്റ് യൂണിയൻ്റെ ഒരു അനുബന്ധ രാജ്യമായിട്ടാണ് പിന്നെ നോർത്ത് കൊറിയ ഉണ്ടാകുന്നത്. പ്യോങ്യാങ് എന്നാണ് അതിൻ്റെ തലസ്ഥാനത്തിൻ്റെ പേര്. സൗത്ത് കൊറിയയുടെ തലസ്ഥാനം സോളുമാണ്. അപ്പോൾ ഈ രാജ്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഏതാണ്ട് കഷ്ടപ്പെട്ട് ദരിദ്ര പ്രദേശങ്ങളാണ് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗത്തേക്ക് നോർത്ത് കൊറിയയിൽ ഉണ്ടായിരുന്നത്. എന്തായാലും സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടി അവർ പിടിച്ചു നിന്നു. അപ്പോൾ അതിന്മേൽ പണ്ട് തന്നെ അമേരിക്കയ്ക്ക് തർക്കമുണ്ട്. പിന്നെ സോവിയറ്റ് യൂണിയൻ ഉള്ളപ്പോൾ തന്നെ ശീതസമരക്കാലമാണ്. ഇപ്പുറത്ത് സൗത്ത് കൊറിയയെ ഉപയോഗിച്ചിട്ട് നോർത്ത് കൊറിയയ്ക്ക് നിരന്തരം തലവേദന ഉണ്ടാക്കാനോ ആക്രമിക്കാനോ ഒക്കെ നീക്കം നടത്തി. മാത്രമല്ല അമേരിക്കയുടെ ചേരിയിലാണ് ഒരുപാട് രാജ്യങ്ങൾ. അപ്പോൾ ആ അമേരിക്കൻ ചേരി പിന്നീട് എന്തായി, ശീതസമരക്കാലമായപ്പോഴേക്ക് അമേരിക്കൻ ചേരിയും സോഷ്യലിസ്റ്റ് ചേരിയും, സാമ്രാജ്യത്വ ചേരിയും സോഷ്യലിസ്റ്റ് ചേരിയും രണ്ടായി. അപ്പോൾ സാമ്രാജ്യത്വ ചേരിയിലുള്ള രാജ്യങ്ങളോടൊക്കെ അമേരിക്ക പറഞ്ഞു, നോർത്ത് കൊറിയ അങ്ങനെ വിട്ടാൽ പറ്റില്ല, അതിന് ഉപരോധം നടത്തണം. ഉപരോധം നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പതുക്കെ ഇതിലേക്ക് ചേർക്കാനാണ്, സൗത്തിനോട് ചേർക്കാനാണ്. പണ്ടേ കുതന്ത്രമേ ഉള്ളൂ കയ്യിൽ. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുമ്പോഴും സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയോടുകൂടിയാണ് ഇവർ കഷ്ടിച്ച് പിടിച്ചു നിന്നത്. 91-ൽ സോവിയറ്റ് യൂണിയൻ തകർന്നു. പിന്നെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ രക്ഷയില്ല, കഷ്ടപ്പാടാണ്, ദാരിദ്ര്യമാണ്. അപ്പോഴും അമേരിക്കയുടെ ചവിട്ട് ഭീകരമായിട്ട് കൊണ്ടു. അങ്ങനെ ഒരു നാടാണ് ആ നാട്. പക്ഷേ പലപ്പോഴും അതിനുശേഷം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം പലപ്പോഴും അമേരിക്കയോടൊന്ന് സന്ധിയാവാൻ പോലും പോയി ഇവർ. എല്ലാ ആത്മാഭിമാനവും പണയം വെച്ചിട്ട് സന്ധിക്ക് ചെന്നു. പക്ഷേ അന്നും ഈ ഏറ്റവും ഒടുവിൽ പോയത് ട്രംപിൻ്റെ കാലത്താണ്. ഒന്നാം ട്രംപിൻ്റെ കാലത്ത് 3 തവണ അദ്ദേഹം പറയുന്നുണ്ട്, 3 തവണ ഞാൻ പോയി ചർച്ച നടത്തി. നമ്മളെ ഏറ്റവും മാന്യമായിട്ടാണ് പെരുമാറിയത്, അങ്ങേയറ്റത്തെ ശാന്തിക്ക് സമാധാനത്തിന് വേണ്ടിയാണ് വാദിച്ചത്. പക്ഷേ അമേരിക്ക ഒരേ വാശി. എന്താ വാശി എന്നറിയോ? ഞങ്ങൾക്കറിയാം നിങ്ങൾ സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയോടുകൂടി ആണവ ശക്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, സോവിയറ്റ് യൂണിയൻ പോലും തകർന്നു പോയി 91-ൽ. പിന്നെ സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയോടുകൂടി പണ്ട് എങ്ങനെയാണ് ഇവർ, ഇനിയിപ്പോൾ ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾ ആണവ ശക്തി ഉപേക്ഷിക്കണം, ആണവ പരീക്ഷണം നടത്താൻ പാടില്ല, അണുബോംബ് ഉണ്ടാക്കാൻ പാടില്ല. അതെന്താ കാര്യം എന്ന് വെച്ചാൽ സൗത്ത് കൊറിയയ്ക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു നോക്കിയത്രേ. അവസാനം ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു നോക്കി, പരമാവധി ആണവായുധങ്ങൾ നമ്മുടെ ആത്മവിശ്വാസത്തിന് വേണ്ടിയാണ്. ആരെങ്കിലും കയറി ഞങ്ങളെ ആക്രമിച്ചാൽ അപ്പം തിരിച്ചടിക്കാനുള്ളതാണ്. ഏത് രാജ്യമാണ് ആയുധങ്ങൾ സംഭരിച്ച് വെക്കാത്തത്? അവനവൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി കരുതൽ ആയുധങ്ങൾ സൂക്ഷിച്ചു വെക്കാത്തവനെ രാജ്യം എന്ന് പറയുമോ? ഞങ്ങൾ അത്രയല്ലേ ചെയ്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ അതിൻ്റെ പേരിൽ ഒരുതരം ഒബ്സഷൻ പോലെയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ട്രംപിന് അന്നേ ഞങ്ങൾ ഒരുതരം ഒബ്സഷനാണ്, എന്ന് വെച്ചാൽ ബാധ കയറിയതുപോലെ ഈ അണുശക്തി, ആണവ ഉപരോധം, ആണവ നിരായുധീകരണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് 3 തവണ കണ്ടിട്ട് എവിടെയും എത്താതെ ഞങ്ങൾ പോകുന്നത്. എന്നിട്ട് ഇന്നലെ അദ്ദേഹം പറയുന്നുണ്ട്, ഇനി കാണാൻ പോകുന്ന പ്രശ്നമില്ല, അമേരിക്കയ്ക്ക് കെൽപ്പുണ്ടെങ്കിൽ വരട്ടെ, ഞങ്ങൾ നേരിട്ടോളാം. അമേരിക്കയുടെ ആണവ നിരായുധീകരണം അംഗീകരിക്കുന്ന പ്രശ്നമില്ല, അമേരിക്കയുടെ പിന്തുണ തേടി ഇനി ഞങ്ങൾ പോകുന്ന പ്രശ്നവുമില്ല. അമേരിക്കയെ നേരിടാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു, സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ നേരിടും. ജനാധിപത്യ ശക്തികളെ അല്ലെങ്കിൽ ഞങ്ങളെ ആഗോള മാനുഷിക ബന്ധങ്ങളനുസരിച്ച്, ആഗോള രാഷ്ട്രീയ ബന്ധങ്ങളനുസരിച്ച് ഞങ്ങളെ സഹായിക്കാൻ ഇപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ബന്ധുക്കളുണ്ട്, ഞങ്ങൾക്ക് വിശ്വാസമുള്ള ബന്ധു രാജ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അമേരിക്കയെ നേരിടും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ആരൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. പഴയ സോവിയറ്റ് യൂണിയന് പകരം അതേ ശക്തി, അതിനേക്കാൾ ഏറിയ ശക്തിയുമായി റഷ്യ തൊട്ടപ്പുറത്തുണ്ട്, ചൈന ഇപ്പുറത്തുണ്ട്. രണ്ടിൻ്റെ ഇടയിലുള്ള രാജ്യമാണ് കൊറിയ. ചൈനയും സഹായിക്കും. മാത്രമല്ല ചൈനയും റഷ്യയും ഇപ്പോൾ നല്ല ബന്ധത്തിലാണ്. അതിനിടയിൽ ഇവരെ കൂട്ടിയിണക്കുന്ന സമാധാനത്തിൻ്റെ ഒരു മഹാശക്തി ലോകത്തുണ്ട്, അത് ഇന്ത്യയാണ്. ഇന്ത്യയോടും നല്ല ബന്ധം അവരാഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിലെ ബന്ധുജനങ്ങളുടെ പിന്തുണയോടെ
ഈ ശത്രു രാജ്യത്തെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഉത്തര കൊറിയ ഒരു സൂചന മാത്രമാണ്. അനേകം ലോകരാജ്യങ്ങൾ, മൂന്നാം ലോകരാജ്യങ്ങൾ, പട്ടിണി രാജ്യങ്ങൾ, ദരിദ്ര ജനകോടികളുടെ രാജ്യങ്ങൾ, അവരൊക്കെ തന്നെ ഇത്രയും കാലം അനുഭവിച്ച അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ അമേരിക്കയെ ചെറുക്കാൻ, വെല്ലുവിളിക്കാൻ മുന്നോട്ട് വരും എന്നതിൻ്റെ തെളിവാണ് ഉത്തര കൊറിയ. ബാക്കി ഇനി ആ പട്ടികയിൽ ആരൊക്കെ വരുന്നു എന്ന് ഇനിയുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.